നമസ്കാരം, ഗാഡ്ജറ്റ്സ് വണ്ണിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് എന്നോട് ഗ്രൂപ്പിലും മറ്റും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഡിലീറ്റായ ഫോട്ടോസ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുമോ, തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ എനിക്ക് അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നാണ്. നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു റൂട്ടഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ഫയൽസും എല്ലാം റീസ്റ്റോർ ചെയ്യാം. ഇപ്പോൾ നോൺ റൂട്ടഡ് ആണെങ്കിൽ നമുക്ക് ഫോട്ടോസ് മാത്രമേ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ്. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡംസ്റ്റർ എന്നാണ്. ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോസിലെ റീസൈക്കിൾ ബിന്ന് പോലെയാണ്. നമ്മുടെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഫോട്ടോസിൻ്റെ എല്ലാം ഒരു എക്സ്ട്രാ കോപ്പി എടുത്ത് വെച്ചേക്കും. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഡേറ്റ ലോസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ വഴി നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുന്നു അതെല്ലാം ഇതിനകത്ത് വന്ന് കിടക്കുകയും ചെയ്യും. നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ബാക്കപ്പും കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഇതില്ല, നിങ്ങളുടെ ഡാറ്റാസ് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഡിസ്ക് ഡിഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ. അതൊരു പ്രോ വേർഷനാണ്. ഇത് പെയ്ഡാണ്. ഞാൻ അതിൻ്റെ ഫ്രീ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ എൻ്റെ കയ്യിലുള്ള 2 ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഡിസ്ക് ഡിഗർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ബേസിക് വിൻഡോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഡേറ്റ എടുക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജും മേളിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് SD കാർഡുമാണ്. ഡേറ്റ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ സ്റ്റോറേജും മേളിൽ കാണിച്ചിരിക്കുന്ന SD കാർഡുമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. എൻ്റെ റൂട്ടഡ് ആയതുകൊണ്ടാണ് എല്ലാം വരുന്നത്. നമുക്ക് മേളിൽ നോക്കിയാൽ നോൺ റൂട്ടഡ് യൂസേഴ്സിന് ബേസിക് സ്കാനും ഫുൾ സ്കാൻ എന്ന് പറയുന്നത് റൂട്ടഡ് യൂസേഴ്സിനും. അപ്പോൾ ഞാൻ JPG സെലക്ട് ചെയ്തു. എൻ്റെ എക്സ്റ്റേണൽ സ്റ്റോറേജിൽ നിന്ന് ഓക്കെ കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോയും ഇതിന് മുന്നേ ഡിലീറ്റ് ചെയ്ത ഒരുപാട് ഫോട്ടോസും റിട്രീവ് ആയി വരുന്നുണ്ട്. നമുക്കതെല്ലാം തിരിച്ച് വരുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ 2 ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നോൺ റൂട്ടഡിലും വർക്കാവും. മറ്റേത് അടുത്ത് കാണിക്കാൻ പോകുന്നത് റൂട്ടഡിൽ മാത്രമേ വർക്കാവത്തുള്ളൂ. ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് മേളിൽ റിക്കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആരോ കാണാൻ പറ്റും. ആരോ കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം ബാക്കപ്പായി നമ്മുടെ ഗാലറിയിൽ തന്നെ വന്ന് കിടക്കും. ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോ ഏറ്റവും ടോപ്പിലായിട്ട് കിടപ്പുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഒരുപാട് പേര് ഇങ്ങനെ ഫേക്ക് എന്ന് കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ വർക്കായില്ല എന്ന് വിചാരിച്ച് അത് ഫേക്ക് എന്ന് പറയരുത് പ്ലീസ്. അത് എൻ്റെ ഫോണിൽ വർക്കായി, വേറെ പലരുടെയും ഫോണിൽ വർക്കായിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഒരുപാട് പേര് അതിനകത്ത് വർക്കാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്യുകയാണ്. എനിക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തിട്ട് മേളിൽ റിക്കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തൊട്ടാൽ നമുക്ക് സേവ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം നമ്മുടെ ഗാലറിയിൽ വീണ്ടും വരും. പിന്നെ അതിൽ നിന്ന് ഡിലീറ്റ് ആയാലും പിന്നെ നമുക്കിങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് അൺഡിലീറ്റർ എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത്. ഇത് റൂട്ട് ആവശ്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം: റീസ്റ്റോർ ഫയൽസ്, റീസ്റ്റോർ ഡാറ്റ, ഷെഡ്. അപ്പോൾ റീസ്റ്റോർ ഫയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ റീസ്റ്റോർ ചെയ്യാനായിട്ട്. റീസ്റ്റോർ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ SMS ലോഗ്, കോൾ ലോഗ്, വാട്സപ്പ് ചാറ്റ്സ് ഇതെല്ലാം റീസ്റ്റോർ ചെയ്യാനായിട്ടാണ് റീസ്റ്റോർ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റ് ഡിലീറ്റ് ആയിപ്പോയി, വാട്സപ്പ് പെട്ടെന്ന് ഫോൺ ഫോർമാറ്റ് ചെയ്യേണ്ടി വന്നു, വാട്സപ്പ് ചാറ്റ് ഇത് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ, ബാക്കപ്പ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ, നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വാട്സപ്പ് ചാറ്റൊക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്യാം. ഞാനിപ്പോൾ അത് റീസ്റ്റോർ ഡാറ്റ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കോൾ ലോഗ്സ്, SMS, വാട്സാപ്പ്, വൈബർ ഉണ്ടെങ്കിൽ വൈബറിൻ്റെ ചാറ്റ്സും അല്ലെങ്കിൽ ലോഗ്സ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോസ് റീസ്റ്റോർ ചെയ്യുകയാണ്. ഞാനപ്പോൾ
റീസ്റ്റോർ ഫയൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. റീസ്റ്റോർ ഫയൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഈ ആപ്ലിക്കേഷൻ റൺ ആവണമെങ്കിൽ റൂട്ട് വേണം. അതിൽ ഏതിലാണെന്ന് കൊടുക്കുക. ഞാൻ എക്സ്റ്റേണൽ സ്റ്റോറേജ് കൊടുത്തു. ഡീപ്പ് സ്കാൻ കൊടുത്താൽ നമ്മുടെ ഫുൾ അത് കണ്ടെത്തിയെടുക്കും. ഞാൻ JPG സെലക്ട് ചെയ്തു. JPG എന്ന് പറഞ്ഞാൽ ഇമേജസ് മാത്രം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഞാൻ ഡിലീറ്റ് ചെയ്ത, നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തപ്പോൾ ഈ ഫോട്ടോസൊക്കെ വന്നിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് എല്ലാം ഒന്നുകൂടി നമുക്ക് റിക്കവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവഴി നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിലും കുറച്ച് ചാറ്റൊക്കെ ബാക്കപ്പ് അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കാനാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നല്ല യൂസ്ഫുള്ളാണ്. ഈ ആപ്ലിക്കേഷൻ പ്രോ വേർഷൻ അല്ല, ഇത് ഫ്രീ വേർഷനാണ്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഫോട്ടോസൊക്കെ ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഡിലീറ്റായ ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് ബാക്കപ്പ് ചെയ്ത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ 10,000 സബ്സ്ക്രൈബറിനും നന്ദി. താങ്ക് യു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.